ഇന്ത്യ സഖ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചെന്നും രാഷ്ട്രപതിക്ക് ഹർജി കൊടുത്തെന്നുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് നിയമപരമായി വിജയിക്കുന്ന കാര്യമല്ല. ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ അയോഗ്യരാക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ ജനപ്രാതിനിധ്യ നിയമത്തിൽ ചില നിയമങ്ങളുണ്ട്. 81, 82, 83 വകുപ്പുകൾ അനുസരിച്ചൊക്കെയും കൂടാതെ 100-ാം വകുപ്പ് അനുസരിച്ചും 123-ാം വകുപ്പ് അനുസരിച്ചും എതിർ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഹർജി നൽകണം. അത് ഇലക്ഷൻ പെറ്റീഷൻ എന്നറിയപ്പെടുന്നു. MP സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയുടെ അയോഗ്യത നിർണ്ണയിക്കുന്നത് ഹൈക്കോടതിയാണ്. നിലവിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ND സഖ്യം നൽകിയ ഗ്യാരണ്ടി കാർഡുകൾ 1 ലക്ഷം രൂപ വീതം ഒരു വനിതയ്ക്ക് ഓരോ വർഷവും നൽകുന്നു എന്ന് കാണിക്കുന്നു. ഇത് ഇലക്ഷൻ നിയമമനുസരിച്ച്